ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് 2025 എക്സാമിൻ്റെ ടയർ 2 സ്റ്റേജ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ബാക്കിയുള്ളത് ടയർ 2ൻ്റെ റിസൾട്ട് വരാനുണ്ട് സ്വാഭാവികമായിട്ടും. അതിനുശേഷം CBAT കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൂടെ ബാക്കിയുണ്ട്. 2026 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം എന്നാണെന്ന് കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ വർഷത്തേക്കാൾ ഒഴിവ് കൂടുതലാണ്. 11,127 ഒഴിവുകളാണ് 2026 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിനകത്തുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് തൊട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് ആ വീഡിയോ പോയി കണ്ടു നോക്കാം. അപ്കമിങ് എക്സാംസ് 2026 വരാനിരിക്കുന്ന പരീക്ഷകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ആനുവൽ കലണ്ടർ പ്രകാരം 2026 ഏറ്റവും ആദ്യം വരേണ്ട പരീക്ഷ ഇത് തന്നെയാണ്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം തന്നെയാണ്. അപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിൻ്റെ ടയർ 1 എക്സാം അഥവാ CBT 1 എക്സാം നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ എക്സ്പെക്ട് ചെയ്യാം. ഏറിപ്പോയാൽ ഒക്ടോബർ മാസം, അതിനപ്പുറത്തേക്ക് ഈ എക്സാം നീണ്ടുപോകാനുള്ള സാധ്യതയില്ല. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ഗസ്സാണ്. ഇതുവരെ കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളിലായിട്ട് RRB കണ്ടക്ട് ചെയ്യുന്ന എക്സാംസിൻ്റെ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ടൈം ഇൻ്റർവെൽ മനസ്സിലാക്കിക്കൊണ്ട്, നോട്ടിഫിക്കേഷൻസ് ഇപ്പം നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ വർഷം ഇപ്പം ഏകദേശം ഓൾറെഡി 4ഓളം നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നു, NTPC എക്സാം വരാനിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു എക്സാമിന് കിട്ടാൻ സാധ്യതയുള്ള ഒരു മിനിമം നമ്പർ ഓഫ് ഡേയ്സ് വെച്ചുകൊണ്ടാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിൻ്റെ ടയർ 1 അല്ലെങ്കിൽ CBT 1 സെപ്റ്റംബർ മാസത്തിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സെപ്റ്റംബർ മാസത്തിൽ എക്സാം നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ലോക്കോ പൈലറ്റ് എക്സാം അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് എങ്ങനെയാണ് ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ വരുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്. അതായത് ഇതിൻ്റെ മാർക്ക് പരിഗണിക്കുന്നുണ്ടായിരിക്കില്ല. ഒരു കട്ട് ഓഫ് മാർക്ക് വെച്ച് വേക്കൻസി എത്രയാണോ അതിൻ്റെ 15 ഇരട്ടി ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കും. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കുട്ടികളെയാണ് രണ്ടാം ഘട്ട പരീക്ഷ എഴുതുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുട്ടികളെയാണ്. ഈ രണ്ടാം ഘട്ട പരീക്ഷ നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു ഘട്ടമാണ് ഈ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് റാങ്ക് മേക്കിംഗ് ആണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് റാങ്ക് മേക്കിംഗ് ആണ്. ഈ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള സെക്കൻഡ് സ്റ്റേജിൽ നിങ്ങൾ വാങ്ങിക്കുന്ന മാർക്ക് എത്ര ശതമാനം വെയിറ്റേജ് ഉണ്ട്? 50% വെയിറ്റേജ് ആണുള്ളത്. കഴിഞ്ഞ വർഷം വരെ അത് 70% വെയിറ്റേജ് ഈ സ്റ്റേജിനുണ്ടായിരുന്നു. ഇത്തവണ 50% വെയിറ്റേജ് മാത്രമേ ഉള്ളൂ. ബാക്കി 50% എന്താ ഈ കാണുന്ന CBAT അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനാണ് ഉള്ളത്. അപ്പോൾ 50% വെയിറ്റേജ് CBAT-നും 50% വെയിറ്റേജ് CBT 2-നുമാണ്. CBT 2-ലേക്ക് ക്വാളിഫൈ ആകുന്നത് വേക്കൻസിയുടെ 15 ഇരട്ടി ആളുകളെയാണ്. അവരെ തിരഞ്ഞെടുക്കുന്നത് ഈ ഒന്നാം ഘട്ട പരീക്ഷയിലൂടെയാണ്. ഈ ഒന്നാം ഘട്ട പരീക്ഷയാണ് ഞാൻ എപ്പോൾ നടക്കുവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത്. സെപ്റ്റംബർ ടു ഒക്ടോബർ മാസം, സെപ്റ്റംബർ മാസത്തിലോ ഒക്ടോബർ മാസത്തിലോ ആയിട്ട് എക്സാമിനേഷൻ്റെ ഡേറ്റ് വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. 2026 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേജ് എക്സാമിൽ നിന്നും 8 ഇരട്ടി ആളുകളെ എന്തിലേക്ക് ക്വാളിഫൈ ആക്കും? CBAT കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സൈക്കോമെട്രി ടെസ്റ്റിന് വേണ്ടി ക്വാളിഫൈ ചെയ്യും. കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നിന്നും വേക്കൻസിയുടെ അത്ര തന്നെ ആളുകളെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും വേണ്ടി ക്വാളിഫൈ ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത്തവണത്തെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഈ മെഡിക്കൽ എക്സാമിനേഷന് ശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ എത്ര മൾട്ടിപ്ലയേഴ്സ് ആണെന്നുള്ളതൊക്കെ ഞാനിവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മുന്നേയും പല വീഡിയോസിലും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കുക. ഇനി റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ പറ്റിയിട്ട് ഓൾറെഡി നോട്ടിഫിക്കേഷനകത്ത് ഒരു ഡിസ്ക്ലെയിമർ ഇട്ടിട്ടുണ്ട്. ഹൗവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിലും ഈ പറയുന്ന റെയിൽവേസിന് റിസർവ് ദ റൈറ്റ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദി എബവ് ലിമിറ്റ് ആസ് റിക്വയർഡ്. ഈ പറയുന്ന 8 ഇരട്ടി 15 ഇരട്ടി എന്നുള്ള കാര്യത്തിലൊക്കെ ആ ടൈംസ്, ആ മൾട്ടിപ്പിൾസ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഡിസ്ക്രിപ്ഷൻ ഇന്ത്യൻ റെയിൽവേക്ക് ഉണ്ട് എന്നുള്ള ഡിസ്ക്ലെയിമറും കൂടെ അവർ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. ഇനി എന്താണ് നിങ്ങളെ കാത്തിരിക്കുന്നത്? നമ്മൾക്കറിയാം CBT 1, ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ ക്വാളിഫയിങ് ആയിട്ടുള്ളൊരു CBT 1 ഉണ്ട്, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളൊരു CBT 2 ഉണ്ട്, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളൊരു സൈക്കോമെട്രി ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും പരീക്ഷകളാണ് നിങ്ങൾ ആദ്യം എഴുതേണ്ടത്. അതിനുശേഷമാണ് DV മെഡിക്കൽ എക്സാമിനേഷൻ വരുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ? റാങ്ക് മേക്കിംഗ് ക്വാളിഫയിങ് ആയിട്ടുള്ള CBT 1, റാങ്ക് മേക്കിംഗ് CBT 2, റാങ്ക് മേക്കിംഗ് CBAT. ഇത് രണ്ടിനും 50% വീതം മാർക്കാണുള്ളത്. പിന്നെ അതിനുശേഷം DV ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ. ഇത്രയും നമ്മൾ കണ്ടതാണ്. ഇതിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എക്സാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ CBT 1 75 ചോദ്യങ്ങൾ, 1 മണിക്കൂറിൻ്റെ പരീക്ഷ, ക്വാളിഫയിങ് ആണ്, സ്ക്രീനിങ് നേച്ചറാണ്.
CBT 2 രണ്ട് ഭാഗങ്ങളുണ്ട്. പാർട്ട് എ എന്ന് പറയുന്നത് 100 ചോദ്യങ്ങൾ 90 മിനിറ്റ്, പാർട്ട് ബി എന്ന് പറയുന്നത് 75 ചോദ്യങ്ങൾ 60 മിനിറ്റ്. പാർട്ട് ബി ഇതിൽ ക്വാളിഫയിങ് നേച്ചർ ഉള്ളതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് ട്രേഡാണോ കൊടുത്തിരിക്കുന്നത് അതാണ് പാർട്ട് ബിയിൽ 75 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പാർട്ട് എ എന്ന് പറയുന്നതാണ് അവിടെയും നിങ്ങളുടെ മാർക്ക് നിശ്ചയിക്കുന്നത്. ഇനി ഇതിൽ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഏത് സ്റ്റേജിനെ പറ്റിയിട്ടാണ്? CBT 1. കാരണം നമുക്ക് വരാനായിട്ട് ഏറ്റവും ആദ്യം പോകുന്നത് CBT 1 ആണ്. അതിനകത്ത് മാത്സ് പഠിക്കാനുണ്ട്, മെൻ്റൽ എബിലിറ്റി പഠിക്കാനുണ്ട്, ജനറൽ സയൻസ് പഠിക്കാനുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് 75 മാർക്ക് 1 മണിക്കൂറിൻ്റെ പരീക്ഷയാണ്. 2024-ലും 2025-ലും നിങ്ങൾക്ക് എന്തുകൂടെ പഠിക്കാനുണ്ടായിരുന്നു? GK കൂടെ പഠിക്കാനുണ്ടായിരുന്നു, ജനറൽ അവയർനെസ് കൂടെ പഠിക്കാനുണ്ടായിരുന്നു. ഇത്തവണ അതില്ല. മാത്സ്, മെൻ്റൽ എബിലിറ്റി, ജനറൽ സയൻസ് മിക്കവാറും ഓരോന്നിനും 25 മാർക്ക് വീതമായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 25 മാർക്സ് ഈച്ച് ഓരോ ട്രേഡിനും. അല്ലെങ്കിൽ അതിനനുസരിച്ച് ചെറിയ ചെറിയ ഏറ്റക്കുറച്ചുകൾ വരാം. കാരണം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന ആനുവൽ എക്സാം അല്ലെങ്കിൽ ആനുവൽ കലണ്ടറായിട്ട് കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷകളിൽ എക്സാക്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറയാത്ത ഒരേ ഒരു പരീക്ഷയുള്ളത് ALP ആണ്. ALPയുടെ കാര്യത്തിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് 75 ചോദ്യങ്ങളും 75 മാർക്കാണെന്ന് കൊടുത്തിട്ടുണ്ട്, 1 മണിക്കൂറിൻ്റെ പരീക്ഷയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ 75 മാർക്ക് അല്ലെങ്കിൽ 75 ചോദ്യങ്ങൾ, അതിൽ എത്ര ചോദ്യം മാത്സ് ആണ്, എത്ര ചോദ്യം റീസണിംഗ് ആണ്, എത്ര ചോദ്യം സയൻസ് ആണെന്നുള്ളതിനെ പറ്റിയിട്ട് നോട്ടിഫിക്കേഷനകത്ത് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സാക്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിയില്ല. നമ്മൾ വിചാരിക്കുന്നത് 75 ആയതുകൊണ്ട് 25 ഈച്ച് ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയാണെന്ന് നിർബന്ധമില്ല, വേരി ചെയ്യാം, ഷിഫ്റ്റുകൾ അനുസരിച്ച് മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് CBT 1. ഇനി മാത്സിൻ്റെയും മെൻ്റൽ എബിലിറ്റി അല്ലെങ്കിൽ റീസണിങ്ങിൻ്റെയും ജനറൽ സയൻസിൻ്റെയും സിലബസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള സിലബസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ഒട്ടുമിക്ക RRB പരീക്ഷകളുടെയും സിലബസ് തന്നെയാണ്. അപ്പോൾ അതായത് നിങ്ങൾ ഈ കാണുന്ന CBT 1-ന്റെ ഈ മാത്സ്, ഈ റീസണിങ്, ഈ സയൻസ് തന്നെയാണ് നിങ്ങൾക്ക് ഏത് പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ടാവുക? നിങ്ങൾക്ക് ടെക്നീഷ്യൻ ITI ക്വാളിഫിക്കേഷനുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് പഠിക്കാനുള്ളത് ഇതേ സിലബസ് തന്നെയാണ്. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിക്ക് പഠിക്കാനുള്ളത് ഏകദേശം ഇതുപോലത്തെ ഒരു സിലബസ് തന്നെയാണ്. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിക്ക് പക്ഷേ എന്തുകൂടി ഉണ്ട്? GK ഉണ്ട്. ഇപ്പോൾ ഈ രണ്ട് പരീക്ഷയ്ക്കും GK കൂടെ ഉണ്ട്. ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ CBT 1-നും പഠിക്കാനുള്ളത് സിമിലർ ആയിട്ടുള്ള ഒരു മാത്സും റീസണിങ് ആൻഡ് സയൻസ് സിലബസ് ആണ്. പക്ഷേ ഈ പറഞ്ഞ 3 പരീക്ഷകൾക്ക് നിങ്ങൾക്ക് എന്ത് പഠിക്കാനുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള 3 പരീക്ഷകൾക്ക് നിങ്ങൾക്ക് GK പഠിക്കാനുണ്ട്. അപ്പോൾ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആവശ്യമുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 1-നും ഗ്രേഡ് 3-ക്കും ജൂനിയർ എഞ്ചിനീയർ എക്സാമിനും, ഇനി ഗ്രൂപ്പ് ഡി ITI-കാർക്ക് എഴുതാൻ പറ്റുന്ന മറ്റൊരു പരീക്ഷയാണ് ഗ്രൂപ്പ് ഡി. ഈ പരീക്ഷയ്ക്കെല്ലാം തന്നെ ഈ പറയുന്ന സിമിലർ ആയിട്ടുള്ളൊരു സിലബസ് ആണുള്ളത്. അപ്പം അത് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ CBT 1-ലും മെയിനായിട്ട് പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള RRBയും അതിൻ്റെ വേക്കൻസീസും നോക്കാം. നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ളതാണ്. ട്രിവാൻഡ്രം RRBയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ സദേൺ റെയിൽവേയിലേക്കാണ് നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. 64 ഒഴിവാണ് നിങ്ങൾക്ക് ടോട്ടൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഉള്ളത്. മറ്റേ എക്സ് സർവീസ് വെൻഡർ ഒഴിവാണ്. ചെന്നൈ ആണെങ്കിൽ 186 ഒഴിവുണ്ട്, സദേൺ റെയിൽവേ ആണ്. ബാംഗ്ലൂർ ആണെങ്കിൽ 200 ഒഴിവ്. സെക്കന്ദരാബാദ് ആണെങ്കിൽ 824 + 596 അത്രയും ഒഴിവുണ്ട്. മുംബൈ ആണെന്നുണ്ടെങ്കിൽ 1078 + 78 + 37 ഇത്രയും ഒഴിവാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CBT 1-ൽ നിന്നും CBT 2-ലേക്ക് കടക്കുന്ന ആളുകളുടെ എണ്ണം വേക്കൻസിയുടെ 15 ഇരട്ടിയാണ്. അപ്പോൾ 64 × 15 ആളുകൾ മാത്രമാണ് ട്രിവാൻഡ്രം RRBയിൽ നിന്നും എങ്ങോട്ട് കടക്കുകയുള്ളൂ? നമ്മുടെ ഈ പറയുന്ന CBT 2-ലേക്ക് ക്വാളിഫൈ ആവുള്ളൂ. 186 × 15 ഇരട്ടി ആളുകളായിരിക്കും അങ്ങോട്ട് കടക്കുക. നമ്മുടെ ബാംഗ്ലൂർ എടുക്കുകയാണെങ്കിൽ 200 × 15 ഇരട്ടി ആളുകളായിരിക്കും, അതായത് 3000 ആളുകളെയായിരിക്കും CBT 2 എഴുതിക്കാനായിട്ട് തയ്യാറാക്കുക. 824 + 596 × 15 ആയിരിക്കും സെക്കന്ദരാബാദ് വരുന്നുണ്ടാവുക. 1078 + 78 + 37 × 15 ആയിരിക്കും മുംബൈയിൽ CBT 2-ന് ക്വാളിഫൈ ആവുക. അപ്പോൾ അതിനർത്ഥം എന്താ? കോമ്പറ്റീഷൻ നല്ല കൂടുതലാണ്. ഇതിൽ തന്നെ കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസീസിൻ്റെ മൾട്ടിപ്പിൾ അവർ നോക്കും. അതായത് 43 × 15, 8 × 15, 5 × 15, 7 × 15, 1 × 15. 15 EWSകാരെ മാത്രമായിരിക്കും CBT 2-ന് വേണ്ടി ക്വാളിഫൈ ആക്കുക ട്രിവാൻഡ്രം RRBയിൽ. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു എക്സാമിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കൂടെ നടത്തുന്നത്. അപ്പോൾ അതിനർത്ഥം നല്ല രീതിയിൽ പഠിക്കുക. സ്ക്രീനിങ് ടെസ്റ്റ് ആണ്, ക്വാളിഫൈങ് നേച്ചർ ആണെന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല. അത്രയും ആളുകളെ മാത്രമാണ് ഫസ്റ്റ് ഇയർ ക്വാളിഫൈ ആക്കുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ആ രീതിയിൽ കൃത്യമായിട്ടിരുന്ന് പഠിക്കണം. ഇനി ഞാൻ നേരത്തെ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത് ALP 2026 11,127 ഒഴിവുകൾ. 15/5/2026 നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നത്. എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ എക്സാം വരുമെന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ തന്നെ സജ്ജരാക്കാനായിട്ട് നോക്കുക. ഈ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ തൊട്ട് മുന്നേ നമ്മുടെ ചാനലിൽ കിടക്കുന്ന വീഡിയോ ആണ്. 2026 നിങ്ങളെ കാത്തിരിക്കുന്ന
പരീക്ഷകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ബാക്കി എല്ലാ പരീക്ഷകളുടെ സാധ്യതകളും അതെന്തുകൊണ്ട് ആ ഡേറ്റുകൾ ഞാൻ എഴുതിയിരിക്കുന്നു എന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിൻ്റെ കാര്യത്തിൽ ഇത്രയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഓഗസ്റ്റ് മാസമായി ഓഗസ്റ്റ് മാസം ആദ്യമായ സ്ഥിതിക്ക് ഇനി നിങ്ങളുടെ മുന്നിൽ ഏകദേശം ഒരു 2 മാസം സമയം മാത്രമാണ് ഉള്ളത്, 60 days. അപ്പോൾ 60 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളെ എക്സാം ക്വാളിഫൈ ആക്കുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് ALP 60 days ഫാസ്റ്റ് ട്രാക്ക് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക്, ALP എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇതുവരെയും പ്രിപ്പയർ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ 60 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ വൃത്തിയായ ഓരോ ദിവസവും എന്ത് പഠിക്കണം എന്നുള്ള രീതിയിലും ഓരോ ദിവസം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ടെസ്റ്റുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് ALP 60 days ഫാസ്റ്റ് ട്രാക്ക് കോഴ്സ് എന്ന് പറയുന്നത്. താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ ഈ ഫാസ്റ്റ് ട്രാക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 60 ദിവസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് പഠിച്ചെടുത്ത് CBT 1 ക്വാളിഫൈ ആവാനുള്ള ഒരു അവസരമാണ്. നിങ്ങളെല്ലാവരും ഈ അവസരം കൃത്യമായിട്ട് വിനിയോഗിക്കുക. പഠിച്ചു തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. സെപ്റ്റംബർ മാസത്തിലെ അവസാനമോ അല്ലെങ്കിൽ ഒക്ടോബർ മാസം ആദ്യമോ ആയിട്ടോ എക്സാം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. എക്സാം ഡിലേ ആയി പോയി കഴിഞ്ഞാൽ തന്നെ 60 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ട് നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്താണ് ഗുണം? ഇതിൽ നിങ്ങൾ പഠിക്കുന്ന CBT 1 നിങ്ങൾ പഠിക്കുന്ന മാത്സും റീസണിങ്ങും തന്നെ നിങ്ങൾക്ക് എവിടെയും പഠിക്കാനുണ്ട്, CBT 2 പഠിക്കാനുണ്ട്. അപ്പോൾ ഓൾറെഡി ഇത്രയും സമയം കൊണ്ട് നിങ്ങൾ സിലബസ് CBT 1 കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഗുണം നിങ്ങൾ CBT 1 ക്വാളിഫൈ ആവും എക്സാം എപ്പോൾ വന്നാലും. രണ്ടാമത്തെ ഗുണം CBT 2 ഒരു 50% സിലബസ് ഓൾറെഡി നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു എവിടെ, CBT 1. അപ്പോൾ നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്താൽ മാത്രം മതി. എക്സ്ട്രാ വരുന്ന പോർഷൻ മാത്രം CBT 2 പഠിച്ചാൽ മതി. അപ്പോൾ ഈ ഗുണങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എക്സാമിന് അപ്ലൈ ചെയ്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.